പീരിമേട് തോട്ടം മേഖലയിലെ പ്രധാന തോട്ടമായ ടൈഫോയിഡ് എസ്റ്റേറ്റിൽ ജനിച്ച ഇടുക്കി ജില്ലയുടെ തമിഴ് അധ്യാപന രംഗത്ത് വള്ളക്കടവ്, ചെമ്മണ്ണ്, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ, വാഗമൺ, മൂന്നാർ തുടങ്ങിയ സ്കൂളുകളിൽ തന്റെ അധ്യാപന സേവനം നടത്തി കുമളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് ഷൺമുഖസുന്ദരം സാർ മാർച്ച് 31-ന് വിരമിക്കുന്നത്. തന്റെ അധ്യാപന സേവന കാലത്തെ മികച്ച പ്രവർത്തനത്തിനായി 2 തവണയാണ് അവാർഡ് ലഭിച്ചത്. സ്കൂളിലെ കുട്ടികളുടെ പഠനത്തിനോടൊപ്പം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ 2005 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ സാക്ഷരതാ രംഗത്ത് കൂടുതലായ പ്രവർത്തനം നടത്തി സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയിൽ ഒട്ടനവധി പഠിതാക്കളെയാണ് ഷൺമുഖസുന്ദരം എന്ന അധ്യാപകൻ വാർത്തെടുത്തത്. ഇതുകൂടാതെ PSC കോച്ചിങ്ങിലൂടെ കുട്ടികൾക്ക് സർക്കാർ ജോലി നേടുവാനുള്ള സഹായം അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം സാമൂഹ്യ, സാംസ്കാരിക, കായിക മേഖലകളിലും തന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതലായ ആളുകളെ ഉൾപ്പെടുത്താൻ ആയി എന്നുള്ളതും ഷൺമുഖസുന്ദരം സാറിന്റെ പ്രവർത്തന മികവുകളിൽ ഒന്നായിരുന്നു. അങ്ങനെ അധ്യാപനത്തിൽ നിന്നും മറ്റു മേഖലകളിലും തന്റെ പ്രവർത്തനം വിപുലീകരിച്ച അധ്യാപകനായ ഷൺമുഖസുന്ദരം സാറിന് വണ്ടിപ്പെരിയാറിന്റെ യാത്രയയപ്പാണ് നൽകിയത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകന്റെ സുഹൃത്തുമായ ഗിന്നസ് മാടസ്വാമി അധ്യക്ഷനായിരുന്നു. ശരീരവും എന്നും യുവത്വമായി തിളങ്ങും. കുട്ടികളുടെ കണ്ണിൽ അദ്ദേഹം കണ്ടു തന്റെ ജീവിതത്തിന്റെ അർത്ഥം മുഴുവനും. ഒരു ദിനം ബെല്ലടി മുടങ്ങുമ്പോൾ അവസാനം പാഠം അദ്ദേഹം പറയും. പീരിമേട് MLA വാഴൂർ സോമൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ സ്കൂളുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വള്ളക്കടവ്, വാഗമണ്, കോട്ടമല, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ, കുമളി, മൂന്നാർ. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP. രാജേന്ദ്രൻ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM. നൌഷാദ്, അഡ്വക്കേറ്റ് എബിൻ, വിവിധ സ്കൂളിൽ നിന്നുമുള്ള അധ്യാപകർ, മുൻ അധ്യാപകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നിവർ ഷൺമുഖസുന്ദരം സാറിന്റെ ഔദ്യോഗിക ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ പൊന്നാടയണിച്ച് ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകി ഗൗരവിക്കുകയും ചെയ്തു.
വികാരനിർഭരമായ വാക്കുകളിലൂടെയാണ് ഷൺമുഖസുന്ദരം സാർ മറുപടി പ്രസംഗം നടത്തിയത്. உறவினர்களெல்லாம் மொபைல் நம்பர் பார்த்து கூப்பிட்டாங்க. அந்த மொபைல் ஃபோன் வழியாக அனைத்து நண்பர்கள், அனைத்து உடன்பிறப்புகள் விழா தொடங்குகின்ற பொழுது ஒரு பெரும் மழையாக இருந்தது. கடந்து வந்த பாதையை ஒருபோதும் மறக்கக்கூடாது என்பதுதான் என்னுடைய கொள்கை. இந்த பூமியில எல்லாரும் நல்லா இருக்கணும், நம்ம மட்டும் நல்லா இருக்கக்கூடாது, நம்மளை சார்ந்தவர்கள் எல்லாமே நல்லா இருக்கணும் அப்படின்னு நினைக்கக்கூடிய ஒரு எண்ணத்தை எனக்கு அடிப்படையிலே தந்தது என்னுடைய കുടുംബം தான். തുടർന്ന് നടന്ന സ്നേഹവിരുന്നോടുകൂടിയാണ് യാത്രയയപ്പ് സമ്മേളനം അവസാനിച്ചതും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.